ഒരു രസകരമായ സംഭവം കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്യുന്നതാണ്. ഫഹീം ബി പി ദ റാഷണലിസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ ഫഹീം ബി പി, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ഇസ്ലാമിന് മുമ്പേ ഇസ്ലാമിന് മുമ്പല്ല, മുഹമ്മദ് നബിക്ക് മുമ്പേ ഇസ്ലാം ഉണ്ട് എന്നും അള്ളാഹു എന്ന ഏകദൈവം ഉണ്ട് എന്നും തെളിയിച്ചാൽ അവർക്ക് 10 ലക്ഷം രൂപ ഉണ്ട് എന്നാണ്. എന്നിട്ട് അതിന്റെ അടിയിൽ ആ ഒരു പോസ്റ്റിന്റെ, ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റുകൾ കണ്ടിട്ട് ഇത്രയും പൊട്ടന്മാരാണോ മുസ്ലിങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇവർക്ക് മതരഹിതരായ ആൾക്കാരെ പൊട്ടന്മാരും വട്ടന്മാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ ഇവരുടെ കയ്യിൽ വരുന്ന പൊട്ടത്തരങ്ങൾ ഇവർ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ ചോദ്യം വളരെ സിമ്പിളാണ്. മുഹമ്മദ് നബിക്ക് മുമ്പ് ഇസ്ലാം ഉണ്ട് എന്നതിനും അള്ളാഹു എന്ന ഏകദൈവം ഉണ്ട് എന്നതിനും ഉള്ള തെളിവാണ് ഫഹീം ചോദിച്ചത്. അതിന് ഇവര് ഖുർആൻ എന്നൊക്കെ തെളിവെടുത്ത് കൊടുക്കണ്ടേ? ഖുർആൻ എന്നാണ്ടായത്? ഖുർആൻ മുഹമ്മദ് നബിക്ക് മുമ്പ് ഉണ്ടായതാ? അതേപോലെ അതിൽ ഖുർആന്റെ അവകാശവാദം ഉണ്ട്, ഇസ്ലാം ആദം നബി മുതൽ ഉള്ളതാണ് എന്നുള്ളത് അല്ലേ? അത് ഖുർആന്റെ അവകാശവാദം, ഹദീസിന്റെ അവകാശവാദം എന്നുള്ളത് എനിക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും ഖുർആനൊക്കെ വെച്ചിട്ട് ഹദീസൊക്കെ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കുറെ ആൾക്കാർ. ബട്ട് മുഹമ്മദിന് മുമ്പുള്ള തെളിവാ ചോദിച്ചത്. അപ്പൊ അതേ നമ്മുടെ സ്വന്തം ഷമീർ കാലിക്കറ്റ്, ഷമീർ കണ്ണോത്ത് ഒരു വലിയ തെളിവ് കൊണ്ടുവന്ന് ബൈബിളിൽ ദൈവത്തിന് അള്ളാഹു എന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട്, ബൈബിളിന്റെ ആദ്യത്തെ അറബി പരിഭാഷ എന്നേ വന്നേ. അത് വരുന്നത് ഇന്ന് അവൈലബിൾ ആയ ഏറ്റവും പഴയ അറബിക് മാനുസ്ക്രിപ്റ്റ് AD 800-കളിലുള്ളത്. അപ്പോ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് തെളിയിക്കാൻ കഴിയുന്നത്? അള്ളാഹു എന്ന ഏക ദൈവം, ഒരു മോണോതീസ്റ്റിക് കൺസെപ്റ്റും ആ കൺസെപ്റ്റിലെ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്ന് തന്നെ ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ദൈവം എന്താണ്? ദൈവത്തിന്റെ പേരിലെ അള്ളാഹു, അള്ളാഹു എന്നുള്ള പേരിന്റെ അർത്ഥം ദൈവമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറെ ആൾക്കാരും വരുന്നുണ്ട്. ഇനി ഇസ്ലാം എന്ന മതം അല്ലെ, ഇസ്ലാം എന്ന മതം എന്താ ആദ്യം മുഹമ്മദ് നബിക്ക് മുമ്പേ ഉണ്ട് എന്നതിന്, ഇസ്ലാം എന്ന പേരുള്ള ആ ഒരു മതം മുഹമ്മദ് നബിക്ക് മുമ്പേ ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവ്, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള തെളിവ് ചോദിച്ചിട്ട് ഹാജരാക്കാൻ വയ്യ. പകരം അവര് മതത്തിന്റെ നിർവചനം എടുത്തിട്ടും ദൈവത്തിന്റെ നിർവചനം എടുത്തിട്ടും സർക്കസ് കളിക്കുക ചെയ്യുന്നത്. അവിടെ എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ബഹായി മതത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബഹായി മതം, ഈ ബഹായി മതം ഇസ്ലാമിനും എത്രയോ ശേഷം വന്നൊരു സാധനം. അപ്പൊ ബഹായി മതക്കാർക്ക് വാദിച്ചുകൂടെ ശരിക്കുണ്ടായ മതം ബഹായി മതമാണ്? എന്നിട്ട് ബഹായി മതത്തിന്റെ സോഴ്സുകൾ എടുത്ത് കാണിക്കുന്നു. എന്നിട്ട് അവർ സമർത്ഥിക്കാണ് ആദം നബി മുതൽ, ആദ്യത്തെ മനുഷ്യൻ മുതൽ ഈ കാലം വരെ ഉണ്ടായത് ബഹായി മതമാണ് എന്ന് അവർക്ക് സ്ഥാപിച്ചൂടെ? ഏതൊരു മതത്തിനും ഈ വാദം എടുത്തൂടെ? ശരിക്കുള്ള മതം ഞങ്ങളെ മതമാണ്, ആദ്യം മുതലുള്ളത് ഈ മതമാണ്. എന്നിട്ട് ഈ മതത്തിന്റെ പുസ്തകങ്ങൾ എടുത്തിട്ടും ഈ മതത്തിന്റെ വ്യാഖ്യാന കസർത്തുകൾ എടുത്തിട്ടും അവരങ്ങോട്ട് പറയാണ് മുമ്പേ ഉള്ളത് ഈ മതം തന്നെയാണ്. പക്ഷെ മുമ്പേ ഉള്ളത് അവരുടെ മതം തന്നെയാണെന്നുണ്ടെങ്കിൽ അവരുടെ മതത്തിന്റെ, അവരുടെ കയ്യിലുള്ള വേദത്തിന്റെ ആ ഒരു പഴക്കത്തിന് മുമ്പുള്ള ഒരു സോഴ്സിൽ നിന്നല്ലേ അത് തെളിയിക്കേണ്ടത്, അല്ലാതെ അവരുടെ സാധനം വെച്ചിട്ട് അതെങ്ങനെ തെളിയിക്കുന്ന പരിപാടി? ഞാനൊരു പുസ്തകം എഴുതാണ്, ഞാനാണ് ഏറ്റവും ആദ്യം വന്ന മനുഷ്യൻ, അത് ഞാൻ പുനരാവതരിച്ചതാണെന്നും പറഞ്ഞിട്ട് ഞാനൊരു സാധനം എഴുതുന്നു. എന്തായാലും തെളിവ്? ഞാൻ പറഞ്ഞത് തന്നെ, വേറെ തെളിവൊന്നുമില്ല. അത് അതേപോലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മതങ്ങളൊക്കെ ശരിക്കും ഉത്ഭവിച്ചത് എന്താ പറയാ, ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മതമല്ല. ഇന്നിപ്പോ ഞാനൊരു മതം ഉണ്ടാക്കാണ്, റവിശാനിസം. എന്നിട്ട് ഞാൻ പറയണം ആദം നബിയുടെ മതം അതായിരുന്നു. എന്താ തെളിവ്? ഞാൻ പറഞ്ഞ എന്നെ തെളിവ്? അതല്ലാത്ത തെളിവ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്താ? ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചേക്കണം, അത് അച്ചടിച്ചിട്ടുണ്ട്, അതാ എന്ന് ഞാൻ പറയണം. എങ്ങനെയുണ്ട്? അതേപോലത്തെ ഒരു വർത്താനാണിത്. അപ്പോ ഇവരോട് പറയുന്ന ഈ ഒരു പ്രവാചകന് മുമ്പുള്ളൊരു സോഴ്സ് കിട്ടാതെയൊന്നും അത് എന്താ ആധികാരികമാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് ചുമ്മാ ഒരു തൊള്ളപടായി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇനി അള്ളാഹു തന്നെയാണ് ദൈവം, ദൈവം തന്നെയാണ് അള്ളാഹു, അതായത് ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അറബി വാക്ക് അള്ളാഹു, അല്ലാതെ അള്ളാഹു എന്നുള്ളത് ദൈവത്തിന്റെ പേരായിട്ട് വന്നൊന്നുമല്ല. ആ രീതിയിലല്ല ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എങ്ങനെയാണ് കലിമത്തു തൗഹീദാകണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ കലിമത്തു തൗഹീദാകും? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനില്ല അള്ളാഹു അല്ലാതെ, അതല്ലേ പറയുന്ന. ബട്ട് ഈ രീതിയിലൊന്നും ചിന്തിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനില്ല ദൈവമല്ലാതെ. ഹേയ് മാൻ, ഇവിടെയുള്ള എല്ലാ മതസ്ഥരും, ദൈവവിശ്വാസികളായ എല്ലാ മതസ്ഥരും അവരുടെ ദൈവത്തിനെ തന്നെയല്ല ആരാധിക്കണത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനില്ല ദൈവമല്ലാതെ.
അവരവരുടെ ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട് എന്നിരിക്കെ അപ്പൊ നിങ്ങളും അവരും തമ്മിൽ എന്ത് മാറ്റം? കെലിമത്തു തൗഹീദ് എല്ലായിടത്തും ഒന്നല്ലേ? അവിടെ തൗഹീദ് എന്നുള്ള സാധനം അത് നിങ്ങൾ കൊടുന്ന്, പക്ഷെ അവിടെ തൗഹീദിന്റെ വചനാണത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ എല്ലാ മതസ്ഥർക്കും തുല്യം തന്നെ. കാരണം അവരാരും ആരാധിക്കുന്നില്ല അവരുടെ ദൈവത്തെ അല്ലാതെ. ഈ ഒരു ഒറ്റ കെലിമ ഈ ഒരു അർത്ഥത്തിൽ വെച്ചിട്ട് അതിൽ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കഴിയോ? അവിടെ ആ ഒരു പ്രയോഗത്തില് ദൈവത്തെ അല്ലാതെ എന്നേ പറയണുള്ളൂ, ഒരൊറ്റ ദൈവത്തെ അല്ലാതെ എന്ന് പറയണില്ല. അവ 33 ദൈവങ്ങൾ ആരാധിക്കണവനും പറയാല ഇലാഹ ഇല്ലല്ലാ, ഒറ്റ ദൈവത്തിനെ ആരാധിക്കണവനും പറയാല ഇലാഹ ഇല്ലല്ലാ. കാരണം എന്താ? ഈ ഇതിൽ ഒരുവനും ആരാധിക്കുന്നില്ല ദൈവത്തെ അല്ലാതെ. ഈ കൊല്ലം മനസ്സിലാകണ്ടോ മക്കളെ? ഒന്ന് പറയും.